തൃത്താല മലമൽക്കാവിൽ 300 കിലോയോളം അടയ്ക്ക മോഷണം പോയ കേസിൽ 2 പേർ പോലീസ് പിടിയിൽ. പ്രതികളുമായി തൃത്താല പോലീസ് തെളിവെടുപ്പ് നടത്തി. പൊന്നാനി സ്വദേശി ഷാജഹാൻ, തൃശൂർ സ്വദേശി സുബൈർ എന്നിവരാണ് പിടിയിലായത്. പൊന്നാനി വെളിയങ്കോട് സ്വദേശി കരിപ്പോട്ടയിൽ ഷാജഹാൻ, തൃശൂർ വടക്കേക്കാട് സ്വദേശി മാളിയേക്കൽ വീട്ടിൽ സുബൈർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. അടയ്ക്ക മോഷണ കേസിൽ കഴിഞ്ഞ ദിവസം പ്രതികൾ കുന്നംകുളം പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. വിവരമറിഞ്ഞ് തൃത്താല പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കുന്നംകുളത്തെത്തി പ്രതിയെ ചോദ്യം ചെയ്തതോടെയാണ് മലമൽക്കാവിൽ നിന്നും 300 കിലോ അടയ്ക്ക മോഷണം പോയ വിവരം പുറത്തറിയുന്നത്. നവംബർ 6-നായിരുന്നു മലമക്കാവ് സ്വദേശിയും കർഷകനുമായ ചോലക്കൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ ചാക്കുകളിൽ നിറച്ച് സൂക്ഷിച്ചിരുന്ന അടയ്ക്ക മോഷണം പോയത്. നവംബർ 6-ാം തീയതി രാവിലെ നീച്ചപ്പോഴാണ് നമ്മൾ കുറച്ച് അടയ്ക്ക ഇവിടെ ഉണക്കി വെച്ചതായിരുന്നു. അത് കാണാതായത്. അപ്പോൾ നോക്കുമ്പോൾ 10 ചാക്ക് നിറവും പിന്നെ 2 അരച്ചാക്കും ഉണ്ടായിരുന്നു. ഏകദേശം 300 കിലോനോളം അടയ്ക്കണ്ടായിരുന്നു. പൊട്ടടയ്ക്ക ഉണക്കം തീർന്ന അടയ്ക്കായിരുന്നു. 300 പിന്നെ ഏകദേശം 50,000 രൂപയോളം നമുക്കതിൽ നഷ്ടം വന്ന പോലെ ആയിരുന്നു. അപ്പോൾ പ്രതിയെ കണ്ടെത്തി പറഞ്ഞപ്പോൾ സന്തോഷമായി. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കി ഉണ്ണികൃഷ്ണൻ തൃത്താല പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രതികളുമായി തൃത്താല SI KM ഷാജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മലമൽക്കാവിലെ മോഷണം നടന്ന വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. പൊന്നാനി മാറഞ്ചേരിയിലെ അടക്ക വ്യാപാര സ്ഥാപനത്തിലായിരുന്നു പ്രതികൾ അടക്ക വിറ്റതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. തൃത്താല ചാലുശ്ശേരി മേഖലകൾ അറിയാവുന്ന സുബൈർ അടക്ക സൂക്ഷിച്ച ഇടങ്ങൾ രാവിലെ നടന്നു കണ്ടെത്തുകയും തുടർന്ന് രാത്രിയിൽ സുഹൃത്തായ ഷാജഹാനെ കൂട്ടി കാറിൽ അടക്ക കവരുന്നതായിരുന്നു രീതി. ഇതിനിടയിലായിരുന്നു പ്രതികൾ പോലീസിന്റെ വലയിലായത്. ചാലുശ്ശേരി, കുന്നംകുളം പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകളിൽ പ്രതികളാണിവരെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. NCV ന്യൂസ്, തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.